രാഘവേന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തിയകാരം അന്യാനസ്മദ്ഗുരും സന്തതമാനതോസ്മി. നമസ്ത്രയ്യന്തകാന്താരവിഹാരൈകപടീയസേ വാദിമധ്യേപസംഭദ്രേ വ്യാസകേസരണേ സദേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ശ്രീതദ്ധപാദസന്യാസസമ്പ്രദായാദ്യ സദ്ഗുരും ശ്രീമദ്വിദ്യാധിരാജാഖ്യതദ്ധപാദയതിം ഭജേ. ജ്ഞാനാനകസുധാസിന്ധുശായിനം നരകാന്തകം നാരായണം നമോ ഭേദവാദിരാക്ഷസഭീകരം. നമസ്തസ്മൈ ശ്രീനീലകണ്ഠതദ്ധപാദായ യോഗിനേ ശ്രുതിമസ്തകൈലാസഗിരിശൃംഗവിഹാരിണേ. ശ്രീവിദ്യാധിരാജപാദാബ്ജ സേവാലാലസമാനസം ശ്രീതദ്ധപാദപരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീവിദ്യാനന്ദതദ്ധപാദപരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീമജ്ജസ്വരൂപതദ്ധപാദപരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീഗുരോ തദ്ധപാദസ്യ ശിഷ്യം ബ്രഹ്മജ്ഞമീശ്വരം ഭാവയേർഭാവനാതീതം വിദ്യാനന്ദമഹാഗുരും. വിദ്യാനന്ദമഹർഷീന്ദ്ര ശിഷ്യരത്നം തപോനിധിം ചിത്സ്വരൂപഗുരും വന്ദേ ജ്ഞാനവൈരാഗ്യഭാസുരം. യദ്വാണീദ്യുമണീധ്വസ്താമന്മോഹധ്വന്തസന്തതിഃ ശ്രീഗുരുൻ ഭാവയാമസ്താൻ ത്രയ്യന്താംബുജഭാസ്കരാൻ. നാരായണസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം. ഭൃത്യാർത്തിഹം പ്രണതപാല ഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. എല്ലാ ഗുരുസ്ഥാനീയരായ സജ്ജനങ്ങൾക്കും ശ്രീശുവന്റെ വിനീത നമസ്കാരം. ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ അധികരിച്ചുകൊണ്ട് പെരികർണ തിരുമേനിയുടെ അതിവിശിഷ്ടമായ പ്രഭാഷണവും വെള്ളിനേഴി ഹരികൃഷ്ണൻജിയുടെ ശുഭ സാരസ്വതവും കേട്ട് നമ്മൾ വളരെ സന്തോഷനിർഭരമായിരിക്കുകയാണ്. പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്ത് ഇരിക്കുന്ന ശ്രീ ശുഖബ്രഹ്മർഷിയുടെ മുന്നിലാണ് ഈ ഭാഗവതം ഉപദേശിച്ചത്. അങ്ങനെ പരിപൂർണമായ വൈരാഗ്യം വന്ന ഒരു ജീവനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വമാണ് പരീക്ഷിത്ത് എന്ന് പറയുന്നത്. ഒരു ഉത്തമനായ സാധകന്റെ പ്രതിനിധിയാണ് പരീക്ഷിത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരീക്ഷിത്ത് പരിതഃ ഈക്ഷതെ, എല്ലായിടത്തും ചുറ്റുപാടും ആ പരമമായ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു സാധകൻ. അങ്ങനെയുള്ള ആ സാധകൻ നമ്മൾ ഓരോരുത്തരുമാണ്. ആ പരമമായ സത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടുന്ന നമ്മളുടെ പ്രതിനിധിയായാണ് പരീക്ഷിത്ത് ആരോട് ചോദിച്ചിരിക്കുന്നത്? ശുഖബ്രഹ്മ മഹർഷിയോട് ചോദിച്ചിരിക്കുന്നത്. അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും.
പുരുഷസ്യ യത്കാര്യം മ്രിയമാണസ്യ സർവധാ സർവധാ മ്രിയമാണസ്യ. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, എന്താണ് കേൾക്കേണ്ടതായിട്ടുള്ളത്, എന്താണ് ജപിക്കേണ്ടതായിട്ടുള്ളത്, ഏത് രൂപത്തെ സ്മരിക്കണം, ഏത് ഭാവത്തെ ഭഗവാന്റെ വിചാരം ചെയ്യണം, അങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിച്ചതോടുകൂടി ഈ ഒരു വലിയൊരു ആനന്ദത്തിലേക്ക് അദ്ദേഹം അങ്ങോട്ട് പോയി എന്നാണ് ശുഖബ്രഹ്മ മഹർഷി. അങ്ങനെ ഒരു പ്രശംസയോടുകൂടിയാണ് ദ്വിതീയ സ്കന്ധം ആരംഭിക്കുന്നത്. വരിയാൻ യേശതേ പ്രശ്നം. ശ്രേഷ്ഠമായ ഒരു ചോദ്യമാണ്. അനന്തകോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവരുടെയും നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിന്റെ ചോദ്യത്തില് സന്തോഷഭരിതനായിരിക്കുന്ന ശുഖബ്രഹ്മ മഹർഷി അങ്ങനെ ഭഗവാന്റെ ആ വിരാട് സ്വരൂപത്തെ വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് വിവരിച്ചു കൊടുത്തു. സ്ഥൂലേ ഭഗവതോ രൂപേ, ആ ഭഗവാന്റെ ആ സ്ഥൂലമായ രൂപത്തിൽ മനസ്സും ആ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. അങ്ങനെയാണ് വിരാട് സ്വരൂപത്തെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം ഭഗവാന്റെ ആ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കേണ്ടത് എന്നുള്ള ക്രമമുക്തിയും സദ്യോമുക്തിയും പടിപടിയായിട്ട് ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതാണ് ക്രമമുക്തി എന്ന് പറയും. പിന്നെ തീവ്രമായ വൈരാഗ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ ജ്ഞാനം പരിപുഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതം സർവം ഈശാവാസ്യം, ഈ കാണപ്പെടുന്ന സകലതും ഈശ്വര സ്വരൂപമാണ് എന്നുകൊണ്ട് കേൾക്ക മാത്രയിൽ തന്നെ അവരൊക്കെ എന്ത് ചെയ്യും? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിപൂർണ്ണ ആനന്ദ സ്വരൂപന്മാരായിട്ടിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും വൈരാഗ്യം പൂർണ്ണമാണെങ്കിൽ. അപ്പം ക്രമമുക്തിയും സദ്യോമുക്തിയും ഭഗവാൻ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നീട് ചോദിക്കുന്ന ചോദ്യമാണ് സൃഷ്ടിയൊക്കെ എങ്ങനെയാണ് ഭഗവാൻ നടത്തുന്നത്. അപ്പൊ ഈ നമ്മുടെ ഭാഗവതം പാരമഹംസ്യ സംഹിതയാണ് പറയുകയുണ്ടായി. പാരമഹംസ സംഹിത എന്ന് പറഞ്ഞാൽ പരമഹംസന്മാർക്ക് മാത്രമാണ് ഇതിന്റെ പരമമായ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് പറഞ്ഞതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ളതല്ലാതെ ആ പരമമായ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് മനസ്സെത്തിയെങ്കിൽ മാത്രമേ നമുക്കും ആ പരമമായ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പരമമായ ആ ഒരു സ്ഥിതിയെ പറ്റി പറയുമ്പോൾ പ്രഥമ ശ്ലോകത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. ജന്മാദ്യസ്യതോ അന്വയാത് ഇതരതഃശ്ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യം ദിയസൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ. പ്രഥമ ശ്ലോകത്തിൽ തന്നെ ത്രിസർഗങ്ങൾ, ത്രിഗുണ സൃഷ്ടി, സത്വരജസ്തമോ ഗുണങ്ങളാണ് ഇവിടെ സൃഷ്ടിക്ക് നിദാനമായിരിക്കുന്നത്. അങ്ങനെയുള്ള സൃഷ്ടിയുടെ സ്ഥിതിയെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? നിഷേധിച്ചിരിക്കുകയാണ്. മൃഷ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ഇത് വെറും ഒരു പ്രതീതി മാത്രമാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം. വാസ്തവം അറിയുന്ന ആൾക്ക് ഇങ്ങനെ ഒരു പ്രപഞ്ചം ഇല്ലേ ഇല്ല. ആലോചിച്ചു. ഭാഗവതം ഉപക്രമ ശ്ലോകത്തിൽ തന്നെ ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ സ്ഥിതിയെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിഷേധിച്ച് ആ പരമമായ സത്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് എന്ത് ചോദിക്കുന്നത്? സൃഷ്ടി എങ്ങനെയെന്ന് ചോദിക്കുന്നത്. നോക്കൂ, വാസ്തവത്തില് നമ്മളുടെ ഇടയിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നാണ് പിന്നെ മറുപടിയൊക്കെ പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഈ പരമമായ ജ്ഞാനം പടിപടിയായിട്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മങ്ങളിൽ അദ്ദേഹം സമ്പാദിച്ചതും ഭഗവാനെ ഗർഭത്തിലിരുന്ന് കണ്ടതുമൊക്കെ ആയിട്ടുള്ള ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ ഇരുന്നുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പരമമായ ജ്ഞാനം അദ്ദേഹത്തിന് ആ ഉള്ളിൽ തീവ്രമായ വൈരാഗ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് ഭാഗവത്തിലൊക്കെ ചോദ്യം ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഞാൻ നേരിട്ട് പറയാമെന്നല്ല പറയുക. പണ്ട് ഇതേ ചോദ്യം ആര് ചോദിച്ചിട്ടുണ്ട്? ബ്രഹ്മാവിനോട് ശ്രീനാരദ മഹർഷി ചോദിച്ചിട്ടുണ്ട്. ഭാഗവത്തിൽ ഉടനീളം ഈ ഒരു സമ്പ്രദായം കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അതായത് വക്താവിനെയും ശ്രോതാവിനെയും രണ്ടുപേരും യോഗ്യതയുള്ളവരായിരിക്കണം. നമുക്ക് ഞാൻ കേവലാണെന്നുള്ളൊരു ഭാവം വക്താവിനും വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ കേൾക്കുന്ന ശ്രോതാവിന് ഞാൻ കേവലമായ ചോദ്യം ചോദിച്ചു എന്നുള്ളൊരു ഭാവം ആർക്കും വരാൻ പാടില്ല, ശ്രോതാവിനും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പണ്ടേ ചോദിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഇനി അത് മാത്രമല്ല, ഇത് ഒരു സമ്പ്രദായം അനുസരിച്ച് പരമമായ ജ്ഞാനം നമുക്ക് എന്തെങ്കിലും എടുത്ത് പറയാൻ സാധ്യമല്ല. ഇതൊക്കെ പരമമായ ഉപനിഷത്ത് പ്രതിപാദിതമായിരിക്കുന്ന പരമമായ ജ്ഞാനമായതുകൊണ്ട് ഇതിനെന്ത് വേണം? പ്രമാണം ഉണ്ടായിരിക്കണം. ഉപനിഷത്താണ് ഇവിടെ പ്രമാണം എന്ന് പറയുന്നത്.
ശ്രീശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥങ്ങളുടെ പ്രമാണമാണ്. യോഗവാസിഷ്ഠത്തെ പോലുള്ള ഗ്രന്ഥങ്ങളുടെ പ്രമാണമാണ്. അപ്പൊ ഭാഗവതം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പാരമഹംസ സംഹിതയായതുകൊണ്ട് എന്തുണ്ടായിരിക്കണം? പ്രമാണത്തോടുകൂടി വേണം ഭാഗവതം വ്യാഖ്യാനിക്കുവാൻ എന്നും ഇവിടെ ഒരു അർത്ഥം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ചോദിക്കുന്നത്? നാരദ ബ്രഹ്മർഷി ചോദിക്കുന്നത്, ശ്രീനാരദ മഹർഷി ഈ ജ്ഞാനമൊന്നും അറിയാത്ത വ്യക്തിയല്ല. എന്നിരുന്നാലും പണ്ട് ഇതേ ചോദ്യം ഹേ പരീക്ഷിത് മഹാരാജാവേ, നാരദ ബ്രഹ്മർഷി ആരോട് ചോദിച്ചു? ബ്രഹ്മദേവനോട് എങ്ങനെയാണ് സൃഷ്ടി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ ചോദ്യോത്തര സംവാദം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധത്തിലെ 5, 6, 7 അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. ശ്രീനാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീയ ജ്ഞാനം ആത്മതത്വനിദർശനം. ആ പരമമായ ആ ഒരു ജ്ഞാനത്തെ, ആത്മതത്വ നിദർശനം, ആ സമ്പൂർണമായിട്ടുള്ള നോളജ്, ആ അവയർനെസ് എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ആ സൃഷ്ടിയെ എനിക്കൊന്ന് വർണ്ണിച്ചു തരൂ. ചോദിക്കുന്നത് എന്താണ്? യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടമിദം പ്രഭോ യത്സംസ്ഥം യത്പരം യച്ച തത്തത്വം വദതത്വതഃ. അങ്ങയ്ക്ക് ഇതിനെല്ലാം, ഈ സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്നത് ഏതാണ്? പ്രഭോ, ഈ പ്രപഞ്ചത്തെ ഈ വിധം പ്രകാശിപ്പിച്ചത് ആരാണ്? അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തെ ഇത് എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന സത്യവസ്തു ഏതാണ്? ഇതാരാണ് ഇതിനെ? യദസൃഷ്ടമിദം പ്രഭോ, ആരാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? യത് സംസ്ഥം, ഇതിനെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നത് ഏതൊരു ശക്തിയാണ്? യത് പരം യച്ച തത്വം വദ തത്വതഃ. ആ ഒരു പരമമായ തത്വത്തെ എനിക്ക് എന്ത് ചെയ്യണം? അങ്ങ് നല്ലവണ്ണം വ്യാഖ്യാനിച്ചു തരണം. നീ പറയാവുന്നത് സർവം ഹേതദ്ഭവാൻ വേദ ഭൂതഭംഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ. നാരദ ബ്രഹ്മർഷിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികർത്താവെന്ന് ധരിച്ചിരിക്കുന്ന ആരാണ്? ബ്രഹ്മാവാണ്. പരിപാലനം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. സംഭരിക്കുന്നത് മഹാദേവനാണ്. അപ്പൊ എല്ലാം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് തങ്ങളുടെ അച്ഛനായിരിക്കുന്ന ആരാണ്? ബ്രഹ്മദേവനാണെന്ന് ധരിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യാണ്? അച്ഛൻ അങ്ങനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവിടെ ചില കൺഫ്യൂഷനുകൾ വരികയാണ്. യത് വിജ്ഞാനോ യഥാധാരോ യത് പരസ്ത്വം യഥാത്മകഃ. അങ്ങയ്ക്കും ഒരു അധിഷ്ഠാന വസ്തുവായിട്ട് അങ്ങും ഏതൊരു സത്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടി സൃഷ്ടിയൊക്കെ കർമ്മം നടത്തുന്നത്. ആ അങ്ങയ്ക്കും ശ്രേഷ്ഠമായിരിക്കുന്ന പരമമായ തത്വം ഏതാണ്? ഏകസൃജസി ഭൂതാനി ഭൂതൈവാത്മമായ. അങ്ങാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, അങ്ങാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നതാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ പൂർണ്ണനാഭിവാക്ലമ. എങ്ങനെയാണോ ചിലന്തി തന്റെ ഉള്ളിൽ നിന്നും വലയെ പുറത്തേക്കെടുത്ത് അതിൽ അഭിരമിച്ച് കളി മതിയാക്കുമ്പോൾ വീണ്ടും തിരിച്ച് തന്റെ വലയെ ഉള്ളിലേക്ക്, കളി മതിയാക്കുമ്പോൾ തിരിച്ച് അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്, അതുപോലെ അങ്ങ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തെ, നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ അങ്ങാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ചില സംശയങ്ങൾ. അങ്ങും സൃഷ്ടി നടത്തുന്ന അങ്ങും എന്ത് ചെയ്യാണ്? അങ്ങും അങ്ങനെ ധ്യാനനിമഗ്നനായിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുന്നു? പല സംശയങ്ങളും എനിക്കുണ്ടാവും. നാഹം വേദ ഫലം യസ്മിൻ നാഫലം ന സമം വിഭോ നാമരൂപഗുണേർഭാവ്യം സദസൻ കിഞ്ചിദന്യതഃ. എല്ലാം അങ്ങയിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. സഭവാനജലത്കോരം യത്തപസ്സു സമാഹിത തേന ഖേദയസേനസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. യത്തപ, അങ്ങ് തപസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് വീണ്ടും സംശയം ജനിക്കുന്നു. അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമാണെന്ന് ഞാൻ ധരിക്കുമ്പോൾ അങ്ങ് തന്നെ ഏതോ ഒരു മഹത്തായിരിക്കുന്ന ശക്തിവിശേഷത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അപ്പൊ അങ്ങ് ആശ്രയിക്കുന്ന പരമമായ ധാമം ഏതാണ്? ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനിഹി തതൈവേദം
അഹം ബുദ്ധ്യേ അനുശാസത. ഹേ പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്ന ഹേ പരമപിതാവേ, ഈ ഒരു പരമമായ ജ്ഞാനം എനിക്ക്, എന്റെ സത്യസ്ഥിതിയെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. അതാണ് എനിക്കിപ്പോ ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അങ്ങാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങ് ഏതോ ഒരു പരമമായ സത്യത്തെ ആശ്രയിക്കുന്നു. അപ്പൊ അങ്ങയ്ക്കും മുകളിൽ ഒരു അധിഷ്ഠാന വസ്തു ഉണ്ടോ? അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇപ്പൊ ബ്രഹ്മാവിന്റെ മറുപടിയാണ്, സമ്യക് കാരുണികസ്യേദം വസതേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ. നിന്റെ ഈ ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സന്ദേഹത്തോടു കൂടിയുള്ള ഈ ചോദ്യം എന്താണ്? പരധർമ്മ പ്രദർശനേ, ആ പരമമായ പരമപുരുഷന്റെ ആ ധർമ്മത്തെ പ്രദർശിപ്പിക്കുന്നതിൽ എന്നെ പ്രചോദിപ്പിച്ചു. ആ ഭഗവാന്റെ വൈഭവത്തെ പറയുന്നതിന് നിന്റെ ചോദ്യം എന്തായി? കാരണമായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. എനിക്കും അധിഷ്ഠാനമായിരിക്കുന്ന ആ സത്യവസ്തു ഏതെന്നാണോ, ആ സത്യവസ്തുവിനെ സ്മരിക്കുന്നതിന് നിന്റെ ചോദ്യം കാരണമായി തീർന്നു. അതുകൊണ്ട് വളരെയധികം എനിക്ക് സന്തോഷമായി. അതിന് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ആ പരമമായ സത്യത്തെ നിനക്ക് ഉപദേശിക്കാം. നാമൃതം തവതച്ചാവി യഥാ മാം പ്രബ്രവീഷിഭോ അവിജ്ഞായ പരം മത്താ ഏതാവത്വം യതോഹി മേ. ഏതൊരു പരമപുരുഷൻ നിമിത്തമാണ് എനിക്ക് ഇത്രത്തോളം പ്രാഭവം സൃഷ്ടിച്ചിരിക്കുന്നത്? ആ പരമമായ സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം തന്നെ വന്നത്. എങ്ങനെയാണോ, അതായത് എന്നിട്ട് പറയാണ്, പകൽ സൂര്യനെയും, അതായത് ഉപനിഷത്ത് തന്നെ ഉണ്ട്, പറയുന്നു, നത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ പരമമായ സത്യത്തെ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രകാശിപ്പിക്കുന്നില്ല. നത്ര സൂര്യോ ന ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി. പിന്നെ ഉണ്ടോ ഇടിമിന്നലിന്റെ കാര്യം? കുതോയം അഗ്നിഹി, പിന്നെ അഗ്നിയുടെ കാര്യം പറയണമോ? തമേവ ഭാന്തം അനുഭാതി സർവം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്ക് പ്രകാശിക്കുന്നതിന്റെ ശക്തി എവിടെ നിന്ന് കിട്ടി? ആ പരമമായ ആ ബോധസത്തയുടെ സാന്നിധ്യത്തിലാണ് സൂര്യനായിരിക്കുന്നത്, അല്ലേ? സൂര്യനെ സൂര്യനായി പ്രകാശിപ്പിക്കുന്നത് ഏതൊരു സത്യമാണോ, ആ സത്യത്തിന്റെ സാന്നിധ്യത്തിലാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സകലതും ഈ കാണപ്പെടുത്ത ദൃശ്യപ്രപഞ്ചത്തിലെ നാമരൂപാത്മകമായിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പരമമായ സത്യസ്ഥിതിയെ നല്ലവണ്ണം മനസ്സിലാക്കിക്കോളൂ. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായാ ദുർജയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. അങ്ങനെ ആ പരമമായ ജഗദ്ഗുരുവായിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട്, വാസുദേവനായിക്കൊണ്ട് ഞാൻ മനസ്സാ നമസ്കരിക്കുന്നു. അപ്പൊ ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ നീ ധരിക്കുന്നുവെങ്കിൽ അത് വാസ്തവമറിയാത്തത് കൊണ്ടാണ്. സത്യത്തെ, പ്രപഞ്ചത്തിന്റെ പരമമായ സത്യസ്ഥിതിയെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം തന്നെ വന്നത്. അതെന്താണ്? അത് മായ കൊണ്ട് നിനക്ക് ആ മായയിൽ മോഹിതരായി പോയത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം തന്നെ വരാൻ കാരണമെന്ന് പറയുന്നു. ഇനി ആ മായയുടെ സ്ഥിതിയെ പറ്റി പറയാണ്. എന്താണ്? വിലജ്ജമാനയായ ദുദ്ധിയന്മാരായിരിക്കുന്നവര് മായയിൽ മോഹിക്കപ്പെടും. ഇനിയോ ആ ഭഗവാന്റെ സ്വരൂപത്തെ അറിഞ്ഞ ഭഗവൻ ഭക്തന്മാരുടെയും മുന്നിൽ മായയ്ക്ക് നിൽക്കാൻ എന്തെയാണ്? നാണമാണെന്നാണ് പറയുന്നത്. വിലജ്ജമാനയായ ആ പരമമായ സത്യസ്ഥിതി ഭഗവാന്റെ മുന്നിൽ മായയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ സത്യത്തെ അറിഞ്ഞ പരമഭാഗവതന്മാരുടെ മുന്നിലും ആ മായയുടെ വൃത്തി എന്താണ്? നാമരൂപങ്ങളെ പ്രദർശിപ്പിക്കും. സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യവസ്തുവിൽ നാമരൂപങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ സത്യത്തെ മറയ്ക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സത്യവസ്തുവേ ഉള്ളൂ. നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന എന്ന് ഭഗവാൻ ഗീതയിലും പറയും. ആ പരമമായ സത്യം എന്ന് പറയുന്നത് നിത്യമാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തൂണ് പോലെ ഉറച്ചതാണ്, അചലമാണ്, ചലിക്കാൻ സാധ്യമല്ല. സനാതന പണ്ടേ ഉള്ളതാണ്. അങ്ങനെ സർവത്ര നിറഞ്ഞിരിക്കുന്ന വസ്തുവിൽ നാമരൂപങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? സാധ്യമല്ല. പക്ഷെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടായി. എങ്ങനെ ഉണ്ടായി? മായ കൊണ്ടുണ്ടായി. മായയ്ക്ക് എന്ത് നിർവചനം കൊടുക്കാൻ പറ്റും? യാതൊരു യുക്തിയില്ല. യുക്തിശൂന്യ വസ്തു.
എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പല വസ്തുക്കളെ കാണും. ഇവിടെ നമ്മൾ കാണുന്ന സകല പദാർത്ഥങ്ങളും നാമരൂപാത്മകമാണ്. രൂപം നാമം എന്ന് പറയുന്നത് മായയുടെ സ്വഭാവമാണ്. പലതുണ്ട് നമ്മുടെ പ്രദർശിപ്പിക്കും. കാരണം ആഭരണ ഭ്രാന്തി എന്ന് പറയും. വള, കമ്മല്, മാല, മോതിരം തുടങ്ങിയ പല പല വസ്തുക്കളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അനവധി വസ്തുക്കളുണ്ട് നമ്മുടെ മുന്നിൽ കാണിപ്പിച്ച് നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണോ ആരാണോ അതാണ് ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന അപരിമേയമായ ആ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം നമുക്ക് ഇങ്ങനെ ഉള്ളതായിട്ട് തോന്നുന്നത്. ഇനി നാരദ, ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. ഈ 5 കാര്യങ്ങളാണ്. നീ ഒരു ചോദ്യം ചോദിച്ചോളൂ. അപ്പൊ താഴേക്ക് ഇറങ്ങി വരിക. നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് ഗുരുനാഥന്മാര് ആദ്യമേ ഈ സൃഷ്ടിയൊന്നും ഇല്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാമര അനേന വേദ്യം സത് ശാസ്ത്ര വിധി വേദാന്ത വിദ്യമ. വേദാന്തം പറയുന്നതാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഈ ജഗത്തെന്നുള്ള ഇല്ലാത്തൊരു വസ്തുവാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ സൃഷ്ടിയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ അവസാനം എന്ത് ചെയ്യാണ്? സൃഷ്ടിയെ പരിപൂർണമായിട്ട് നിഷേധിക്കുകയാണ്. ഇല്ല എന്നുകൊണ്ട് പറഞ്ഞ് നമ്മളെ ആ പരമമായ സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങൾ പടിപടിയായിട്ട് പറയുന്നത്. അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി എന്ന് പറയുന്നു. സൃഷ്ടിയൊക്കെ എന്ത് വേണം? ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സൃഷ്ടി നടക്കുന്നത്? ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ സകല വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ബ്രഹ്മാവാണോ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത്? പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ഭഗവത് സൃഷ്ടമാണ്. ആ പഞ്ചഭൂതങ്ങളെ വ്യത്യസ്ത അനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ച് പല 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 വസ്തുക്കൾ ഉള്ളതുപോലെ നമ്മുടെ മുന്നിൽ തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമാണ് ആർക്കുള്ളത്? എനിക്കുള്ളത് എന്ന് ആര് പറയും? ബ്രഹ്മാവ് പറയും. എന്ന് പറഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുക. ഏതോ ഒരു പരമമായ ശക്തിവിശേഷം സൃഷ്ടിച്ച പരമാർത്ഥ വസ്തുക്കളെ ഒന്ന് പ്രകാശിപ്പിക്കുന്ന പ്രകാശകത്വം മാത്രമാണ് ആർക്കുള്ളത്? എനിക്കുള്ളത് എന്ന് നീ ധരിച്ചോണം. അതുകൊണ്ട് കാലം, ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. ഇപ്പൊ ദ്രവ്യം തന്നിരുന്ന സൃഷ്ടി നടക്കും. അപ്പൊ ഒരു വിത്തിന്റെ കാര്യം എടുക്കുക. ഒരു വിത്ത്, അതിന്റെ മുകളിൽ ഒരു കർമ്മം നമ്മൾ കുഴിച്ചിടുക എന്ന് പറയുന്ന ഒരു കർമ്മം നടന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ആ പ്രക്രിയ നടക്കുകയുള്ളൂ. അപ്പം ദ്രവ്യം, അവിടെ ഒരു കർമ്മം നടന്നു. ഇനി ദ്രവ്യം, കർമ്മം, കാലം, അത് വിത്തിട്ടാൽ ഉടനെ അത് മുളച്ചു പൊന്തത്തില്ല. അപ്പൊ അതിന്റെ കൂടെ എന്തുകൂടെ വരണം? ആ ഫലം പരിപുഷ്ടമാകണമെങ്കിൽ കാലം കൂടെ ചേരണം. ദ്രവ്യം, കർമ്മം, കാലം. ഇനി മാവിന്റെ വിത്താണ് നമ്മൾ ഒഴിച്ചിടുന്നതെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും നാളികേരം മുളച്ചു പൊന്തത്തില്ല. അപ്പൊ മാവിൽ നിന്നും മാവ് മാത്രമാണ് പൊങ്ങി വീഴുന്നത്. അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഈ ജീവൻ, ഇതൊക്കെ അഭിമാനിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനുഭവിച്ച് അഭിമാനിക്കുന്ന ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രതിബിംബ ബോധമാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. ഇങ്ങനെ 5 ഘടകങ്ങളാണ് സൃഷ്ടിക്ക് അധിഷ്ഠാനമായി ആദ്യം പറയുന്നത്. എന്നിട്ട് പറയാണ് നാരായണ പരാവേദ ദേവാ നാരായണാംശജ നാരായണ പരാലോക നാരായണ പരാമഖ നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. ഈ വേദങ്ങളൊക്കെ തന്നെ ആരുടെ തത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്? ആ ഭഗവാൻ ശ്രീ നാരായണന്റെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവയാണ്. നാരായണ പരാവേദാഹ ദേവാ നാരായണാംശജ. എല്ലാ ദേവന്മാരും ആരിൽ നിന്നാണ് ഉണ്ടായത്? ആ ഭഗവാനിൽ നിന്നല്ലേ ഉണ്ടായത്. ഏതൊരു അധിഷ്ഠാന വസ്തുവിൽ നിന്നുണ്ടായി, ഏത് അധിഷ്ഠാന വസ്തുവിൽ നിലനിന്ന് ഏത് ലയിച്ചു ചേരുന്നോ അത് അതല്ലാതെ മറ്റൊന്നാവാൻ പറ്റുമോ? ഭഗവാനിൽ നിന്നുണ്ടായി, ഭഗവാനിൽ നിലനിന്ന് ഭഗവാനിൽ ലയിച്ചു ചേരുന്ന വസ്തു എന്താണ്? ഭഗവാൻ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇദം ഹി വിശ്വം ഭഗവാൻ എന്ന് ഭാഗവത്തിന് ആദ്യത്തിൽ ഉപദേശം കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ മഹർഷി വ്യാസർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നതാണ് ഇദം ഹി വിശ്വം ഭഗവാൻ ഇതേതരോ എന്ന് പറഞ്ഞാൽ ജീവനും നമ്മുടെ ഉള്ളിൽ ജീവഭാവത്തിൽ ഇരിക്കുന്ന ആ പ്രതിബിംബ ബോധവും യഥോ ജഗത്സ്ഥാന നിരോധ സംഭവ ഏതിൽ നിന്നാണ് ഉണ്ടായത്, ഏതിലാണ് അതാണ് ജഗത്സ്ഥാന നിരോധം ഉണ്ടായി നിലനിന്ന് പറയുന്നത്. തഥി ത്വം വേദ, അത് അങ്ങേക്ക് അറിയാം.
ഈ പരമമായ സത്യസ്ഥിതി വേദവ്യാസർക്ക് അറിയാം. എന്നിട്ടോ പ്രാദേശമാത്രം ഭവത പ്രദർശിതം, ആ പരമമായ ഇതെല്ലാം ഭഗവാനാണ് എന്ന് എവിടെ പറഞ്ഞില്ല? ഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞില്ല. മറ്റു 17 പുരാണങ്ങളിലും സകലതും ഈശ്വരനാണ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഭഗവാനിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തുവില്ല. കാര്യം എന്താണ്? സർവത്ര നിറഞ്ഞിരിക്കുന്നു. നിത്യ സർവഗതസ്ഥാണു അജലോയം സനാതന. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിൽ രണ്ടാമതൊരു വസ്തു ഉണ്ടാവില്ല. അതല്ലേ നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, പൂർണ്ണ വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാരായണ ഗുരുദേവന്റെ ഒരു പ്രസിദ്ധമായ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. അകത്തും പുറത്തും ഇടതിങ്ങി നിൽക്കുകയാണ് ഭഗവാൻ. അകത്തും പുറത്തും ഇടതിങ്ങി നിൽക്കുന്ന ഒരു വസ്തു ചലിക്കാൻ പറ്റൂ? ആലോചിച്ചു. സർവത്ര നിറഞ്ഞിരിക്കുകയാണ്. അത് എവിടോട്ടാണ് ചലിക്കാൻ സാധിക്കുക? അതിൽ മറ്റൊരു വസ്തു ഉണ്ടാകാൻ പറ്റുമോ? സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു ഭ്രമക്കാഴ്ചയാണ് എന്നുള്ളതാണ് സത്യം. അതാണ് ആത്യന്തികമായ സത്യസ്ഥിതി. അപ്പൊ ആ ഒരു പരമമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭ്രമ ബുദ്ധിയെല്ലാം നമുക്ക് അസ്തമിക്കും. അതോടുകൂടി ഇവിടെ എന്തു മാത്രമേ ഉള്ളൂ? ഒരേ ഒരു പരമേശ്വര ശക്തി മാത്രമേ ഉള്ളൂ. ആ ഒരു ജഗദീശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിരാട് പുരുഷ രൂപം നമ്മൾ വർണ്ണിച്ചു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇനി പറയാണ്, ഞാൻ എന്ത് ചെയ്യാണ്? ഏതോ ഒരു പരമശക്തി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രകാശിപ്പിക്കുന്നു എന്നുള്ള ഒരു ധർമ്മം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? നാരദ, ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഈ പ്രപഞ്ചത്തെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇതിന്റെ സൃഷ്ടികർത്തൃത്വം എനിക്കില്ല. ഇതിനെയൊക്കെ എന്താണ്? ഭഗവാൻ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചുകൊണ്ട് പല പല വസ്തുക്കൾ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലും വാസ്തവത്തിൽ യുക്തി പറയാൻ പറ്റില്ല. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൽ അവിടെ ആകാശം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. പക്ഷേ ആകാശം ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? എന്ത് യുക്തി പറയാൻ പറ്റും? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധവസ്തുവിൽ ആകാശം ഉണ്ടായി. ആകാശത്തിൽ നിന്നും വായു ഉണ്ടായി. ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. സർവത്ര നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആകാശം നിശ്ചലമാണ്. അങ്ങനെ നിശ്ചലമായിരിക്കുന്ന ആകാശത്തിൽ ചഞ്ചലമായ വായു ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഉണ്ടാകാൻ സാധ്യമല്ല. പക്ഷെ നമ്മൾ കാണുകയല്ലേ, അല്ലേ? ആകാശത്തിലല്ലേ കൊടുങ്കാറ്റടിക്കുന്നത്. ആലോചിച്ചു. യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണ പ്രക്രിയക്ക് പോലും യാതൊരു യുക്തിയും പറയാൻ പറ്റില്ല. കാര്യം അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. സത്യവസ്തു ഒന്നേ ഉള്ളൂ. ആകാശം വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ജീവൻ. ഇങ്ങനെ പഞ്ചീകരണ പ്രക്രിയ പറയുമ്പോൾ വാസ്തവത്തിൽ അത് സാധ്യമല്ല. പക്ഷേ അതാണ് യുക്തിശൂന്യ വസ്തുപ്രകാശസ്യ സത്യാമായ എന്ന് പറയുന്നത്. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ചലനവും ചലനമില്ലായ്മയും സാധ്യമോ? ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചിരിക്കും. ആലോചിച്ചു. ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചിരിക്കാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുകയാണ്. അതൊരു ഭ്രമദൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളെ, പരസ്പര വിരുദ്ധമായ രണ്ട് വസ്തുക്കളെ നമ്മൾ ദർശിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെയും വെളിച്ചത്തെയും കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചലനവും ചലനമില്ലായ്മയും ദർശിക്കുന്നുവെങ്കിൽ അതിൽ അസ്ഥിരമായത് അസത്യം എന്ന് വിചാരിച്ചോണം. പ്രകാശം കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അസ്ഥിരമായി ഇരുട്ട് എവിടെയോ പോയി പറഞ്ഞു. ഇരുട്ടിനെ കാണാനില്ല. എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്നൊരു വസ്തു ഇല്ല വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ കാണല്ലേ, സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടുന്നോ ഒരു കറുത്ത വസ്തു കയറി വരും. അപ്പൊ അന്ന് അത്രയും നമുക്ക് യുക്തി പറയാൻ പറ്റും. യാതൊരു യുക്തിയുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ദൃശ്യപ്രപഞ്ചത്തെ നമ്മുടെ മുന്നിൽ പൊന്തിച്ചു കൊണ്ടുവന്ന് അതിൽ മോഹിതരായി, അതിൽ മായ കൊണ്ട് പലതരത്തെ ദുഃഖത്തിൽ അടിപ്പെട്ട് ആടി ഒലയുന്ന ഒരു അവസ്ഥ. അതാണ് ഒരു സൃഷ്ടിയുടെ ഒരു വൈഭവം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്നും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മമ മായാ ദുരത്യയ മാം ഏവയെ പ്രപദ്യന്തെ മായാമേതാം തരന്തി. അങ്ങനെ ആ ഭഗവാന്റെ മായ ജയിക്കണം. എന്ത് ചെയ്യണം? സർവാത്മന ഭഗവാനെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അങ്ങോട്ട് ആശ്രയിക്കണം. അങ്ങനെ ആ ഭഗവാന്റെ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ പറ്റിയിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഇനി അങ്ങോട്ട് ആ എങ്ങനെയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്ന വസ്തുവിൽ, സത്യവസ്തുവിൽ സൃഷ്ടി നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സൃഷ്ടി നടന്നത്? മായ കൊണ്ടല്ല സൃഷ്ടി നടക്കാൻ സാധ്യമല്ല. പറഞ്ഞു മനസ്സിലായി? ശുദ്ധബോധത്തിൽ മായ കൊണ്ടല്ലാതെ ത്രിഗുണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അചലവും നിത്യവുമായിരിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. അതിൽ ചലനം സാധ്യമല്ല. പക്ഷേ ത്രിഗുണക്ഷോഭം നിമിത്തം എന്തുണ്ടായി എന്നാണ് പറയുന്നത്? സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ there is no explanation. യാതൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അത് അവിടെ തൊട്ട്
മായ കൊണ്ട് എന്തുണ്ടായി? കാലം, കർമ്മം, സ്വഭാവം തുടങ്ങിയ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അടിസ്ഥാന വസ്തുക്കളെ സ്വീകരിച്ചുകൊണ്ട് ആ സർവത്ര നിറഞ്ഞിരിക്കുന്ന ബോധവസ്തുവിൽ ത്രിഗുണക്ഷോഭം കൊണ്ട് എന്തൊക്കെ ഉണ്ടായി? സത്വമെന്നും രജസ്സെന്നും തമസ്സെന്നും പറയുന്ന 3 ഗുണങ്ങൾ ആവിർഭവിച്ചു എന്നങ്ങോട്ട് ബ്രഹ്മാവിന് ആര് പറഞ്ഞു? സോറി, നാരദ ബ്രഹ്മർഷിക്ക് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ബ്രഹ്മാവോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അവിടെ കർമ്മത്തിന്റെ ഒരു പ്രവർത്തനമാണ് കാണാൻ സാധിക്കും. ആ കർമ്മത്തിന്റെ പ്രക്രിയയുടെ ഫലമായി അവിടെ പിന്നെ രൂപം കൊള്ളുന്നതാണ് ഏതാണ്? മഹത്തത്വം എന്ന് പറയും. മഹത്തത്വം അഥവാ മഹാൻ ആത്മാ, അല്ലെങ്കിൽ മുഖ്യപ്രാണൻ, അല്ലെങ്കിൽ സൂത്രാത്മാവ് എന്നൊക്കെ പറയുന്ന മഹാ ആത്മാ എന്ന പേരോടുകൂടിയ ഒരു മഹത്തത്വം അവിടെ ആവിർഭവിച്ചു. എവിടെ നിന്നാണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽ ഗുണവൈഷമ്യം, ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചുകൾ കൊണ്ട് അവിടെ ആ കർമ്മം എന്ന പ്രക്രിയ മൂലം എന്തുണ്ടായി? മഹത്വത്വം ഉണ്ടായി എന്നാണ്. ആ മഹത്വത്വം തന്നെ എന്ത് ചെയ്യാണ്? പരിണാമത്തിനങ്ങോട്ട് വിധേയമായി അത് അഹങ്കാര തത്വത്തിന് നിദാനമായ പരിണാമമാണ്. പിന്നെ അങ്ങോട്ട് പല പല പരിണാമ പ്രക്രിയകൾ സംഭവിച്ച് മഹാതത്വം എന്ന് പറയും. മഹത്തത്വം എന്ന് പറയുന്നത് അഹങ്കാര തത്വം എന്ന് പറയുന്ന തത്വത്തിന് കാരണമായി ഭവിച്ചു. ആ അഹങ്കാര തത്വങ്ങൾ 3ആയി പരിണമിച്ചു എന്നാണ് പിന്നെ പറയുന്നത്. അതിനെ പറയുന്ന പേര് സത്വഗുണ അഹങ്കാരം, രജോ ഗുണ അഹങ്കാരം, തമോ ഗുണ അഹങ്കാരം. അങ്ങനെ ആദ്യം സർവത്ര നിലനിൽക്കുന്ന ബോധവസ്തു, ആ ബോധവസ്തുവിൽ മായ കൊണ്ട് എന്താവിർഭവിച്ചു? സത്വരജസ്തമോ ഗുണങ്ങൾ. ആ സത്വരജസ്തമോ ഗുണങ്ങളിൽ ആ പരസ്പരം ഇടകലരുന്ന കർമ്മം സംഭവിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചുണ്ടായി? മഹത്തത്വം, മുഖ്യപ്രാണൻ, സൂത്രാത്മാവ് എന്നൊക്കെ പറയുന്ന മഹാനാത്മാ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. യാതൊരു എക്സ്പ്ലനേഷൻ നമുക്കിവിടെ കൊടുക്കാൻ സാധ്യമല്ല. ഇനി ആ മുഖ്യപ്രാണനായിരിക്കുന്ന മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരതത്വം, ഞാൻ ഇന്നവനാണ് എന്നുള്ള ആ വിചാരം, പ്രത്യേകം വ്യഷ്ടി എന്നും സമഷ്ടി എന്നും പറയും. ആ മുഖ്യപ്രാണൻ അവിടെ എന്തായിട്ട് പരിണമിച്ചു? അഹങ്കാരതത്വമായിട്ട് പരിണമിച്ചു. ആ അഹങ്കാരതത്വം 3ആയിട്ട് പിന്നതാണ് സത്വഗുണ അഹങ്കാരം, രജോ ഗുണ അഹങ്കാരം, തമോ ഗുണ അഹങ്കാരം. ശ്ലോകമെല്ലാം അതിനകത്തുണ്ട്, അതുകൊണ്ട് വരാൻ നോക്കാം. ഇതൊന്ന് ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ഇനി അതിനെ സത്വഗുണ അഹങ്കാരത്തെ ജ്ഞാനശക്തി എന്ന് പറയും. ഈ സൃഷ്ടി നടത്താൻ ഭഗവാന്റെ കയ്യിലുള്ള ആ ശക്തിയാണ് ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ എന്ന് പറയും. അപ്പം അഹങ്കാരതത്വം 3ആയി പിരിഞ്ഞു. ഏതൊക്കെയാണ്? സത്വഗുണ അഹങ്കാരം, രജോ ഗുണ അഹങ്കാരം, തമോ ഗുണ അഹങ്കാരം. ഇനി ആ തമോ ഗുണ അഹങ്കാരത്തെ, അതിൽ നിന്നാണ് താമസൻ എന്നും അതിനെ പറയും. ആ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് എന്താ ഉത്ഭവിച്ചത്? പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളും അതിൻ്റെ പഞ്ചതന്മാത്രകളും, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയ പഞ്ചഭൂതങ്ങളും അവയുടെ പഞ്ചതന്മാത്രകളും എവിടെ ആവിർഭവിച്ചു? തമോ ഗുണ അഹങ്കാരമായിരിക്കുന്ന താമസൻ അഥവാ ദ്രവ്യശക്തിയിൽ നിന്നും. ആദ്യം ദ്രവ്യം വേണ്ടേ? ഇവിടുത്തെ അടിസ്ഥാന ദ്രവ്യം ഏതാണ്? പഞ്ചഭൂതങ്ങളാണ് സൃഷ്ടിക്കുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ആ പഞ്ചഭൂതങ്ങൾക്ക് എന്തുണ്ട്? ആകാശത്തിന് എന്തുണ്ട്? അതിന്റെ ഗുണം എന്താണ്? ശബ്ദമാണ്. ഇനി വായു എത്തുമ്പോഴത്തേക്ക് ആകാശത്തിൽ നിന്നും വായു ഉണ്ടായതുകൊണ്ട് ആകാശത്തിന്റെ ഗുണമായിരിക്കുന്ന ശബ്ദഗുണവും വായുവിന്റെ തന്നെ സ്വന്തം ഗുണമായിരിക്കുന്ന സ്പർശഗുണവും ഉണ്ട്. ഇനി വായുവിൽ നിന്നുണ്ടായി അഗ്നി ഉണ്ടായി. അപ്പം മറ്റേ 2 പേരുടെ ഗുണവും അഗ്നിയുടെ രൂപവും വന്നു. ഇനി അഗ്നിയിൽ നിന്നുണ്ടായി ജലമുണ്ടായി. ആ ജലത്തിന് തൻ്റെതായ ആ രസഗുണവും അഗ്നിയുടെ രൂപവും വായുവിന്റെ സ്പർശവും ആകാശത്തിന്റെ ശബ്ദവും. ഇനി ഭൂമിക്ക് വരുമ്പോൾ ഈ 5 ഗുണങ്ങളുണ്ട്. അങ്ങനെയാണ് ആ പഞ്ചതന്മാത്രകളുടെ ആ പിരിവ് എന്ന് പറയുന്നത്. ഇനി രജോ ഗുണ അഹങ്കാരം, സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളിൽ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും രൂപപ്പെട്ടു എന്ന് ബ്രഹ്മാവ് ആർക്ക് പറഞ്ഞു കൊടുത്തു? ശ്രീനാരായണ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇനി രജോ ഗുണ അഹങ്കാരത്തെ പറയുന്നവരാണ് ക്രിയാശക്തി എന്ന് പറയും. ആ ക്രിയാശക്തിയിൽ നിന്നാണ് 10 ഇന്ദ്രിയങ്ങളാണ് ആവിർഭവിച്ചത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി വാക്പാണി പാദ ഉപസ്ഥ വായു തുടങ്ങിയ 5 കർമ്മേന്ദ്രിയങ്ങളും. ഇപ്പൊ എത്രയായി? 10 ഇന്ദ്രിയങ്ങളും ആവിർഭവിച്ചു. ഇനി ഏതാണ്?
തമോ ഗുണ അഹങ്കാരവും പറഞ്ഞു, രജോ ഗുണ അഹങ്കാരവും പറഞ്ഞു. ഇനി സത്വഗുണ അഹങ്കാരം. സത്വഗുണ അഹങ്കാരത്തിൽ നിന്നുമാണ് അതിനെ പറയുന്ന വേറെ പേരുകളുണ്ട്, വൈകാരികൻ എന്ന് പറയും. രജോ ഗുണ അഹങ്കാരത്തെ പറയുന്നവരാണ് തൈജസൻ. തമോ ഗുണ അഹങ്കാരത്തെ പറയുന്നവരാണ് എന്താണ്, താമസൻ. ഇതൊക്കെ നമ്മളൊരു 100 സപ്താഹമോ അല്ലെങ്കിൽ ഭാഗവതം ആവർത്തിച്ച് വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കയ്യിലെ നെല്ലിക്ക പോലെ നമുക്ക് വഴങ്ങുകയുള്ളൂ. ആദ്യം കേൾക്കുക, കേട്ടതിന് ശേഷം എന്താണ് വസ്തു ഒന്നേ ഉള്ളൂ, അതാണ് സത്യം. ഇവിടെ ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് തന്നെ 24 തത്വം അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പലതായിട്ട് സാഖ്യ തത്വം എടുത്ത് പറയുമ്പോൾ 24 എന്ന് പറയുന്നു, അതല്ല 22 എന്ന് പറയുന്നു, അത് ഇതെന്നൊക്കെ പറയും. വസ്തു ഒന്നേ ഉള്ളൂ, ഭഗവാനിലും ഭിന്നമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഈ ജ്ഞാനം പൂർണ്ണമായി കഴിഞ്ഞാലോ അതോടുകൂടി മനസ്സ് ഉപശമിക്കും. മനസ്സ് തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭതേ. മനസ്സങ്ങോട്ട് പൊതുമ്പോഴാണ് ലോകമൊക്കെ ഉള്ളത്. സുഷുപ്തിയിൽ ലോകമല്ല ഉണ്ടോ? എന്തെങ്കിലും ദുഃഖമുണ്ടോ? നമ്മൾ ആനന്ദ സ്വരൂപന്മാരായിരിക്കല്ലേ. ആ ആനന്ദത്തെ നമ്മൾ ഉണർന്നു വരുമ്പോൾ അന്വേഷിക്കുന്നത് ഈ വസ്തു ഒന്നേ ഉള്ളൂ, ഏകമേവാദ്വിതീയം. ഉപനിഷത്ത് പറയുകയാണ് ഇവിടെ ഒരേ ഒരു പരമാർത്ഥ വസ്തു മാത്രമേ ഉള്ളൂ, അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ചലനം സാധ്യമല്ല. നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതനം. ഇതങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്നാമത്തെ ഉപനിഷത്ത് മന്ത്രം ഇദം സർവം ഈശാവാസ്യം. സത്യം അങ്ങോട്ട് പരമമായ ആ വൈരാഗ്യം മനസ്സിൽ നല്ലവണ്ണം ഉറച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദം സർവം ഈശാവാസ്യം എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ സകലതും ഈശ്വര സ്വരൂപമായിട്ട് നമ്മോട്ട് അനുഭവപ്പെടും. ഉപനിഷത്ത് നമ്മൾ ഉപദേശിക്കുക. അപ്പൊ ഏത് വഴിക്ക് പോയാലും അവസാനം ഈ ഒരു പരമമായ സത്യസ്ഥിതിയെ ഇവിടെ ഉള്ളൂ, രണ്ടില്ല. രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല. ഇതാണ് ആത്യന്തികമായ ജ്ഞാനം. രണ്ട് കാണുന്നതാണ് ഭ്രമം. ദ്വിതീയാദുവൈ ഭയം ഭവതി എന്ന് ഉപനിഷത്ത് പറയും. രണ്ട് കാണുമ്പോൾ അവിടെയൊക്കെ നമുക്കൊന്നുണ്ടാവും രാഗദ്വേഷ ഭേദചിന്തകള്. രണ്ടാമതൊരു വസ്തുവിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് ചിലതിനോടൊക്കെ ഒരു ആകർഷകത്വം, ചിലതിനോടൊരു ആകർഷകത്വം ഇല്ലായ്മ. അതാണ് രാഗം എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നമുക്ക് ആഗ്രഹിച്ച വസ്തു കിട്ടാതെ വരുമ്പോൾ അതിനോടൊരു ദ്വേഷം. അപ്പൊ രാഗദ്വേഷമയമാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പൊ ആ രാഗദ്വേഷങ്ങൾ കുറയാൻ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. എന്താണ്? ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, സകലതും. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഒരു രാമകൃഷ്ണ പരമഹംസദേവരുടെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നീ നാരായണനാണെന്ന് പറയുന്നത് ആരതി വഴിയാ ചെയ്ത്. കുഞ്ഞെ നീ എത്ര ദിവസമായിട്ട് നിന്നെ ഞാൻ കാത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുവാ സ്വാമി പറയുന്നത്? ഞാൻ നാരായണനാണെന്ന്. അപ്പൊ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ എല്ലാം വിശകലനം ചെയ്യുന്ന ആ യുവ യോഗി അദ്ദേഹം അങ്ങനെ അന്ന് നരേന്ദ്രനാഥ് ദത്തനാണ്. അപ്പൊ എന്നിട്ട് പറയാണ്, കുഞ്ഞെ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, സകലതും ഈശ്വരനാണ് എന്ന് പറയാണ്. ഈ അലമാരിയിൽ ഇരിക്കുന്ന വസ്തുക്കളെയൊക്കെ നീ കാണുന്നില്ലേ? ആ മഷിക്കുപ്പിയെ കാണുന്നില്ലേ? അത് ബ്രഹ്മമാണ്. സ്വാമി എന്തോ മഷിക്കുപ്പി ബ്രഹ്മമാണ് അല്ലേ നരേന്ദ്ര? മഷിക്കുപ്പി ബ്രഹ്മമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അങ്ങനെയാ തന്റെ കൈകൊണ്ട് ആ നരേന്ദ്രന്റെ മാരണത്തിൽ നിന്ന് സ്പർശിച്ചതോടുകൂടി നരേന്ദ്രൻ എവിടേക്ക് പോയി? നിർവികൽപ്പ സമാധിയിലേക്ക് ആണ്ടുപോയി. അതോടുകൂടി മനസ്സ് ഉപശമിച്ചു. മനസ്സും ഒരു പരമഹംസന്റെ സാന്നിധ്യത്തിൽ പോലും നമുക്ക് ആ അനുഭവത്തെ പ്രദാനം ചെയ്യാൻ. അതാണ് രമണ മഹർഷിയുടെ മുന്നിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ മനസ്സാടി ഉലയത്തില്ല. ഓൾബ്രണ്ടൻ അവിടെ മുന്നിൽ ചെന്നിരുന്നതോടുകൂടി സകല സംശയങ്ങളും ഇവിടെ അസ്തമിച്ചു. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്യന്തേ സംശയാഹ ക്ഷീയന്തേ ചസ്യകർമാണി ഇഷ്ടേവാഗ്നീശ്വരി എന്ന് ഭാഗവതം പറയുന്നത് പോലെ ആ പരമമായ സത്യമാണ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതോടുകൂടി നമുക്ക് ഭേദചിന്തയും രാഗദ്വേഷം കൊണ്ട് ഒഴിഞ്ഞു വരും. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സൃഷ്ടിക്കുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. അപ്പൊ അതിന്റെ ആ പഞ്ചീകരണ പ്രക്രിയ വഴി എന്തുണ്ടായി? സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം. തമോ ഗുണാഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും, രജോ ഗുണാഹങ്കാരത്തിൽ നിന്നും 10 കർമ്മേന്ദ്രിയങ്ങള്. ഇനി സത്വഗുണാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ. മനസ്സിലായോ? 10 ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവന്മാരെ പറ്റി പറയുന്നത് കുറച്ച് സ്പീഡ് കൂട്ടി പറഞ്ഞു പോകാനേ പറ്റൂ. അതായത് വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവകൾ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രം, ചന്ദ്രൻ തുടങ്ങിയ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയ അന്ധക്കരണങ്ങളും സത്വഗുണാഹങ്കാരത്തിൽ നിന്നും ആവിർഭവിച്ചു. എന്നിട്ട് ഇതെല്ലാം അങ്ങനെ
അചേതനമായി ഒരു അണ്ടാകാരമായി അതിൽ അത് സചേതനമാകണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? അതിൽ ആ ചൈതന്യം പ്രകാശിക്കണം. അങ്ങനെ അതിന്റെ മുഴുവൻ ചൈതന്യവത്താക്കിക്കൊണ്ട് അണ്ടാകാരമായിരുന്ന ഈ സകല സൃഷ്ടി ഉപാദാന വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന പുരുഷനെ പറയുന്ന പേരാണ് ഏത്? വിരാട് പുരുഷൻ എന്ന് പറയുന്നു. ആ വിരാട് പുരുഷന്റെ ആ ശരീരമാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും എവിടെ പറയുന്നു? പുരുഷസൂക്തം തുടങ്ങിയ ആ അണ്ടമോട്ട് അതിക്രമിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് ആര്? ആ പരമപുരുഷൻ വിരാട് പുരുഷൻ ആവിർഭവിച്ചു. ആ വിരാട് പുരുഷന്റെ ശരീരമാണ് ഈ കാണപ്പെടുന്ന പുരുഷ യവേദകം സർവം യദ്ഭൂതം യച്ചഭവ്യം എന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്നത് പോലെ ഈ കാണപ്പെടുന്നത് മുഴുവൻ ആ പരമപുരുഷനാണ്. ആ വിരാട് പുരുഷന്റെ വിഭൂതികളാണ് ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായത്തിൽ പിന്നീട് അങ്ങോട്ട് വരുന്നത്. സകല ഓരോന്ന് എടുത്തെടുത്ത് പറയാണ്. വായുവാണെങ്കിലും അഗ്നിയാണെങ്കിലും മഹാപുരുഷന്റെ നാസികകളാണ്, അതുപോലെ തന്നെ നേത്രേന്ദ്രിയങ്ങളാണ് എന്ന് പറഞ്ഞ് വിശദമായിട്ട് ആ ഭഗവാന്റെ വിരാട് പുരുഷന്റെ ആ ശരീരമാണ് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല വസ്തുക്കളും എന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. എന്നിട്ട് പറയുകയാണ് ഏതാവാനസ്യ മഹിമ എന്ന് പറയുന്നത് പുരുഷ സൂക്തത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. മഹിമയേഷം, ഈ കാണപ്പെടുന്ന സകലതും ആ പരമപുരുഷന്റെ മഹിമ തന്നെയാണ്. ഇവിടെ എന്തുണ്ടോ ഏതാവാനസ്യ മഹിമാതോ, ഈ കാണപ്പെടുന്ന സകലതും ആ പരമപുരുഷന്റെ മഹിമയാണ്, അല്ലാതെ ഇവിടെ മറ്റൊന്നും നമുക്ക് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു പരമമായ സത്യത്തെ നല്ലവണ്ണം ആവർത്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിരിക്കുന്നത് ആ വിശ്വമായിരിക്കുന്നത് ആ പുരുഷരൂപേണ പ്രകാശിക്കുന്ന ആ പരമസത്യസ്വരൂപനാണ്. അതുകൊണ്ട് കുഞ്ഞെ ആ പരമമായ ഭഗവാന്റെ ആ സത്യസ്ഥിതിയെ സാധാരണക്കാരുടെ പരിപൂർണമായ ജ്ഞാനനിഷ്ഠ ഉറയ്ക്കാത്തവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹേ നാരദ, ഇതൊന്നും ഞാൻ കളവ് പറയുകയല്ല. ഭാരതീയമേങ്കം ഋഷോപലക്ഷ്യത, ഞാൻ ഇതൊന്നും കളവ് പറയുകയല്ല. എന്താണ്? ഞാൻ എപ്പോഴും ആ പരമമായ ആ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ധൃതോ ഹരിഹി, ഞാൻ എപ്പോഴും ആ ഭഗവാന്റെ മഹിമയെ എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഭഗവാൻ അറിയാൻ സാധിക്കും. മനസ്സ് പരിപൂർണമായും ഭഗവാനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തനും ഭഗവാനും ഒന്നാണ്, ഭേദമില്ല. അതോടുകൂടി ആ ഭഗവാന്റെ അനുഗ്രഹവും കൃപയും കൊണ്ട് ആ ഭഗവാന്റെ ഭൂതികളെയൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് സയേഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജഃ, എല്ലാറ്റിലും ഈ ആദിയിലും എല്ലാറ്റിലും ജന്മമില്ലാത്ത ആ പരമപുരുഷനാണ് ഈ ഓരോ കൽപ്പങ്ങളിലും തന്റെ ഉള്ളിൽ നിന്നും തന്റെ വൈഭവങ്ങളെ പുറത്തേക്ക് പ്രകടമാക്കി കണ്ട് രസിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. ആ ഭഗവാൻ രസസ്വരൂപനാണ് എന്ന് ഉപനിഷത്ത് പറയുന്നു. അതുകൊണ്ട് ആ ഭഗവാനാണ് ആദ്യത്തെ അവതാരം. എന്നിട്ട് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി പറയുക. ഭഗവാൻ ആദ്യം പുരുഷനായിട്ട് അവതരിച്ചു എന്നാണ് പറയുന്നത്. പരമപുരുഷൻ, അതായത് വിരാട് പുരുഷൻ, ഒരു പുരുഷ അവതാരം, ആദ്യത്തെ അവതാരം. പിന്നീട് ഭഗവാന്റെ സത്വഗുണ സ്വരൂപമായിരിക്കുന്നതും രജോഗുണ സ്വരൂപമായിരിക്കുന്ന തമോ ഗുണ സ്വരൂപമായിരിക്കുന്ന ത്രിമൂർത്തികളാണ് ഭഗവാന്റെ അടുത്ത അവതാരം എന്ന് പറയുന്നത്. സത്വഗുണ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മാവ്, സത്വഗുണ സ്വരൂപമായിരിക്കുന്ന മഹാവിഷ്ണു, രജോഗുണ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മദേവൻ, തമോ ഗുണ സ്വരൂപമായിരിക്കുന്ന മഹാദേവൻ. അങ്ങനെ സത്വ രജസ് തമോ ഗുണമായിരിക്കുന്ന ത്രിമൂർത്തികളുടെ ഭാവത്തിൽ ഭഗവാൻ അവതാരമെടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഈ ഭഗവാൻ ലീലയാ പ്രത്യേകമായിട്ട് ചില ലീലകളെ ആവിർഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ലീലകളെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്? 22 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അതിനകത്ത് കൃഷ്ണനെയും ബലരാമനെയും ഭഗവാന്റെ കലാവതാരമായിട്ടും പറയുന്നു. പിന്നെ ഭഗവാന്റെ 14 മന്വന്തര അവതാരം. ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാര ലീലകൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഈ ഒരു പരമമായ ജ്ഞാനത്തെ നമ്മൾ ആവർത്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. സൃഷ്ടിയെ പറ്റിയാണ് ചോദിച്ചത്. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ നമുക്ക് സത്യം അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തില് നാമരൂപങ്ങൾ ദർശിക്കുമ്പോഴും നാമരൂപങ്ങളായി പരിണമിച്ചിരിക്കുന്നത് ഏകവും അഖണ്ഡവും നിശ്ചലവുമായിരിക്കുന്ന ഒരേ ഒരു
പരമസത്യമാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി, അതാണ് നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. എല്ലാം സന്യാസം എന്നുള്ള ന്യാസമാണെങ്കിലും ഈശാവാസ്യം സർവം ഉപനിഷത്ത് പറയുന്നത് എന്തുവാണ് ഇവിടെ ത്യജിക്കാനുള്ളത്? നാമരൂപങ്ങളെയാണ് ഇവിടെ ത്യജിക്കുന്നത്. നാമരൂപങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? ആ പരമസത്യം മാത്രമല്ലേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ. ആ പരമവസ്തുവിൽ പല പല പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് അജ്ഞാനം കൊണ്ട് മായ കൊണ്ട് തോന്നിക്കുകയാണ്. അപ്പൊ നാമരൂപങ്ങളെ ദർശിക്കുമ്പോഴും ഇപ്പൊ നമ്മുടെ ഈ കാണപ്പെടുന്ന മൈക്കിനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഒരു ബോധസത്തയിൽ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടാകുവാനേ സാധ്യമല്ല. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു മൈക്ക് കാണല്ലേ, അതിനാണ് മായ എന്ന് പറയുന്നത്. ഒരു നാമവും ഒരു രൂപവും പ്രദർശിപ്പിച്ചുകൊണ്ട് പരമസത്യം അങ്ങനെ മറഞ്ഞിരിക്കുന്നു. ഭഗവാൻ പോലും തന്റെ പരമമായ പ്രഭാവത്തെ ഒരു രൂപം പ്രദർശിപ്പിച്ചുകൊണ്ട് മറയ്ക്കുകയാണോ ചെയ്ത്, കുറച്ചുകൂടെ പ്രകാശിപ്പിക്കുകയാണോ ചെയ്ത്? ആലോചിച്ചു. ശരിക്കും പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമസത്യം ഭഗവാൻ ഒരു രൂപം എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞ പ്രഭാവം മറയ്ക്കുകയാണ് ചെയ്ത്. അതുകൊണ്ടാണ് പറയുന്നത് യുവാമ്മ പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തോ. നിങ്ങൾ എന്റെ ഈ രൂപത്തെ കാണുമ്പോഴും നിങ്ങളെ ഞാൻ ആരായിട്ട് മനസ്സിലാക്കൊള്ളണം? ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തോ. രൂപനാമങ്ങൾ ദർശിക്കുമ്പോഴും നിങ്ങൾ എന്നെ പുത്രനായിട്ട് സ്നേഹിക്കുമ്പോഴും ഞാൻ ആരാണ്? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ജായതേ അസ്ഥി വർത്തതേ അവക്ഷീയതേ വിവരണമതേ നശ്വരി തുടങ്ങിയ വികാരങ്ങളൊന്നുമില്ലാത്ത ആ പരമ ബോധമാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടായതിൽ അതുകൊണ്ട് എനിക്ക് പിന്നെ നാശമുണ്ടോ? ഞാനേ ഉള്ളൂ, അതാണ് പരമമായ സത്യം. പിന്നെ ഭഗവാൻ ജനിച്ചു, ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അടിസ്ഥാനമുണ്ടോ? ആലോചിച്ചു. ഇവിടെ ഭഗവാനെ ഉള്ളടോ, ഭഗവാനിൽ ഭിന്നമായിട്ടൊരു വസ്തുവില്ല. പിന്നെ അവതരിച്ചു എന്നൊക്കെ പറയുന്നതോ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചത്. അജോബിസന്നഭ്യാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതി സ്വാധിഷ്ഠായ സംഭവാമി ആത്മായ. അജോബി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്ന് വിശകലനം ചെയ്താട്ടെ. അജഹ എന്ന വാക്കിന്റെ അർത്ഥം ജനിക്കാത്തതെന്നാണ് വാക്കിന്റെ അർത്ഥം. ജനിവൃതികളില്ലാത്തതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ പിന്നെ ജനിച്ചു എന്ന് പറഞ്ഞതോ അതെന്താണ്? ഭൂതാ പ്രകൃതി സ്വാധിഷ്ഠായ സംഭവാമി. മായ കൊണ്ട് ഭഗവാൻ ജനിച്ചതുപോലെ നമുക്ക് തോന്നുകയാണ് ഇത്. ജനിവൃതികളില്ലാത്ത ആളെങ്ങനെ ജനിക്കാൻ സാധിക്കും? അതാണ് അജൻ എന്ന് പറയാം. വ്യാസരെ അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ ഭഗവാൻ ജനിവൃതികളില്ലാത്ത ബോധസ്വരൂപനാണെന്ന്. പിന്നെ ഭഗവാൻ ഇവിടെ ഞാൻ കാലം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യമോ അങ്ങനെ ആരും ചോദിച്ചില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ വ്യാസൻ ആ പണിയപ്പോൾ നിർത്തിയാൽ. അതുകൊണ്ട് ഈ സത്യസ്ഥിതിയെ, ഈ ഒരു പരമമായ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ ആഴ്ന്ന് വിചാരം ചെയ്ത് ഉറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയ വസ്തുതയൊക്കെ അടിസ്ഥാനപരമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതോടുകൂടി ഈ വികല്പങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഒഴിയും. ഇവിടെ ഒരേ ഒരു സത്യവസ്തു മാത്രമേ ഉള്ളൂ. സത്വവും രജസും തപസ്സും ഒക്കെ വാസ്തവത്തിലൊരു ഭ്രമദൃശ്യം മാത്രമാണ്. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായ സത്യം. ആ പരമമായ സത്യസ്ഥിതി നമുക്ക് പരിപൂർണമായി നിറയ്ക്കുന്നതിന് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതിപുരുഷനായിട്ടാണ് പരീക്ഷിത് മഹാരാജാവ് ആ പരമമായ ആ ചോദ്യത്തെ, അസന്നമരണനായിരിക്കുന്ന വ്യക്തി എന്ത് കർമ്മമാണ് ചെയ്യേണ്ടുന്നത്? ആ ഭഗവാന്റെ തിരുനാമത്തെ ജപിച്ച് ആ ശരീര മനോബുദ്ധിയാദികളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന വ്യതിരിക്തമായിരിക്കുന്ന ആ പരമമായ ജ്ഞാനസ്വരൂപമാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം. ഞാൻ ജനിവൃതികളില്ലാത്ത ആ പരമമായ ബോധമാണെന്ന് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വികല്പങ്ങളും മാറി എപ്പോഴും ആനന്ദസ്വരൂപനായിട്ടിരിക്കാൻ സാധിക്കും. എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇന്ന് നമ്മുടെ സത്യത്തെ മറയ്ക്കുന്ന തിരസ്കരണി മായ അത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സർവാത്മന ഭഗവാനെ ഇങ്ങോട്ട് ആശ്രയിക്കണം. ആ ആശ്രയമാണ് ഭാഗവതത്തിന്റെ ഏറ്റവും പരമപ്രമാണമായിരിക്കുന്ന ആ ലക്ഷണം അല്ലേ? സർഗോ വിസർഗസ്ഥാനം പോഷണം ഉദയ മന്നന്തരോ ഈശാനുഗത വിരോധോ മുക്തി ആശ്രയം. ആ ആശ്രയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വസ്തു ഏതേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ നിന്നും ഭിന്നമായിട്ട് എന്തെല്ലാം വസ്തുക്കളെ നമ്മൾ കാണുന്നുവോ അതിനോടൊക്കെ നമ്മൾ ആകർഷിച്ച് അതിലൊക്കെ മനസ്സൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും. ഈ സത്യത്തെ നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കൂ എന്നാണ് ബ്രഹ്മാവിനോട് നാരദ ബ്രഹ്മർഷിയോട് ബ്രഹ്മദേവൻ പറഞ്ഞ് ഈ സൃഷ്ടിയുടെ ആ മഹത്വത്തെ പറഞ്ഞു കൊടുത്തത്. ഇത്രയും നേരം
ഭഗവാന്റെ ദിവ്യമായ കഥകൾ ശ്രവിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ധേയം സദാ പരിഭവഗ്നമഭിഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിരുതം ശരണ്യം ഭൃത്യാക്തിഹം പ്രണതമാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ശ്രീ നിത്യായ വാക്കുകൾ ഗുരുനാഥന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു.